ഇല്ലമ്മ, ഇതുവരെ പോയിട്ടൊന്നുമില്ല. ഞങ്ങളെല്ലാരും പാടെ തന്നെ പോണ്ടാവും. അവിടുന്ന് ഇപ്പൊ ഞാനും ഉമ്മയുണ്ട്. പിന്നെ താത്ത അവിടുന്ന് വരുന്നുണ്ടെന്നൊക്കെ ഉമ്മ പറയണ്ടായിരുന്നു. എനിക്കറിയില്ല കറക്റ്റായിട്ട്. എന്തായാലും ഞങ്ങള് രണ്ടാളും പാടെ പോയിട്ടായിരിക്കും എല്ലാ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരിക. അവിടെ എന്തായി, ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാ? കഴിഞ്ഞിട്ടില്ലേ? ഞങ്ങളിനിയിപ്പോ ഇന്നോ നാളെയൊക്കെ ആയിട്ട് പോകും തോന്നുന്നുണ്ട്. ഉമ്മ അങ്ങനെ പറയണ കേട്ട് താത്താന്റെ അടുത്ത് പോവാന്നൊക്കെ. അപ്പം ഞാനും പോവായിരിക്കും. കഴിഞ്ഞിട്ടില്ലമ്മ, ഞാനിത് തുണി മടക്കി വെച്ചതായിരുന്നു. ഇല്ല, ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇപ്പൊ എന്താ, പെരുന്നാള് കഴിഞ്ഞിട്ട് വരമ്മ. രണ്ടാം പെരുന്നാളൊക്കെ ആവുമ്പോ ഞാൻ അങ്ങോട്ട് എത്തണ്ട്. അപ്പോഴേക്കും അവരൊക്കെ എത്തില്ലേ? ഇക്കൊക്കെ എന്നാ വരുന്ന്? എന്തായാലും ഞാൻ നോക്കാട്ടാ. ഒക്കെ മനുഷ്യൻ ഉമ്മ വിളിക്കണ്ട്. ഞാൻ പിന്നെ വിളിക്കാട്ടമ്മ. അമ്മക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അടുക്കളയിൽ എന്തെങ്കിലും പണിയായിട്ട് വിളിക്കും. ശരി എന്നാ. അസ്സലാമു അലൈക്കും. ശരി. ഇതമ്മ വരുന്ന്. എന്തമ്മ വിളിച്ചിട്ടുണ്ടായിരുന്ന? ദുനിയാവിന്റെ അറ്റത്തോണ്ട് വെച്ചിട്ട് കയ്യെത്തണ്ടേ മനുഷ്യന്? ഇതമ്മ അതെന്ത് നീ ഏത് നേരം അതിന്റെ ഉള്ളിൽ പോയിരിക്കുന്നു? കുടുംബത്തെ എന്തോരം പണികൾ കിടക്കണേ? തുണി മടക്കി വെക്കായിരുന്നു. പാത്രങ്ങളൊക്കെ ഒന്ന് പോയി കഴുകി വെച്ചാ പോയിട്ട്. മനുഷ്യന് വെയിലാമിനിക്കൊന്ന് പോയിട്ട് വരാന്ന് വെച്ചിട്ടാണ്. പോണ് എങ്ങട്ടാ പോണെന്നാ? എനിക്ക് ചാവക്കാട് വരെ ഒന്ന് പോണം. എന്തിനാ അമ്മ ചാവക്കാട് വരെ പോണ്? പെരുന്നാളല്ലേ വരുന്നത്, തുണിയൊന്നും എടുക്കണ്ടേ? ഇതൊന്നും ഇല്ലേ ഓർമ്മ? അമ്മ അപ്പൊ ഞാനും കൂടി വരുന്നില്ലേ പെരുന്നാൾക്ക് ഡ്രസ് എടുക്കാന്? അതെ, ഞാൻ സുമിനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവള് ഞാനും കൂടി എടുത്തിട്ട് നിനക്ക് പറ്റിയ ഡ്രസ്സ് അവള് എടുത്തു തരും. അപ്പൊ അതിന് വേണ്ടിട്ട് കുടുംബത്തോടെ പോകാൻ എന്താ ഇവിടെ കല്യാണം ഉണ്ടായിരിക്കും കുടുംബത്ത്? ഞാനും കൂടി പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ എടുക്കാല്ലോ. നിനക്ക് മേച്ചായ ഡ്രസ്സൊക്കെ അവൾക്കും അറിയും എനിക്കും അറിയും. അതിനിപ്പോ കുടുംബത്തോടെ പോകല്ല. അത്യാവശ്യം പണി കുടുംബത്തുണ്ട്. ഇട്ടെറിഞ്ഞു കണ്ടൊക്കെ പോയ ഇവിടെ വരുമ്പോ അങ്ങനെ കിടക്കൂലേ? കുടുംബത്തെ പണികൾ പോയിട്ട് വേഗം വരാൻ ഞാന്. അതെ, വടി പോലെ എന്തിട്ട് ആലോചിച്ച് നിക്കണ്? കുടുംബത്തെ പണികളൊക്കെ വേഗം ചെയ്യേ. എനിക്ക് നേരത്തെ പോണം. എന്തമ്മ കറി വെക്കണ്ട്? പരിപ്പേറി എന്തെങ്കിലും വെച്ചാ മതിയമ്മ. അതെ, നിനക്ക് എപ്പോ നോക്കിയാലും പരിപ്പ് തന്നെ ഉള്ളു. ഫ്രിഡ്ജിൽ മീൻ ഇരിക്കില്ല, അതെടുത്ത് നേരെയാക്കിട്ട് കൂട്ടാൻ വെച്ചാ പറ്റും. എപ്പോ നോക്കിയാൽ ഒരു പരിപ്പല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല എനിക്ക്. അതെ, ഞാൻ ഇറങ്ങാണ് കേട്ടാ. അതെ, ഞാൻ പോയി പെട്ടെന്ന് തുണി എടുത്തിട്ട് വേഗം വരാം. ഞാൻ വരുമ്പോ ഇതുപോലെ അലങ്കോലത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ മീനൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊക്കെ എടുത്ത് നേരെയാക്കിട്ട് കൂട്ടാൻ വെക്ക്. അവിടെ കടിച്ചു വരി തുടച്ചിട്ട് ഇരിക്കിട്ടാ. വരുന്ന സമയത്ത് ഇതേപോലെ കിടന്നാലേ അപ്പോഴാണ് നീ എന്റെ സ്വഭാവം അറിയുക. ഫോണാളെ നീ തിരിച്ചു വിളിക്കണേ? ഇല്ലമ്മ, ഞാൻ അമ്മാന്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി അതെനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ മേടിക്കാന്ന് പറഞ്ഞില്ലേ? മീൻ നേരാക്കണ്ട. നീ ഫ്രിഡ്ജില് മീനുണ്ടെന്നല്ലേ പറഞ്ഞു. ചാളയാ? ഇതൊക്കെ എങ്ങനെ പഠിച്ചവനെ നേരാക്ക? വന്നിട്ട് ഇനിയിപ്പോ ചീത്ത പറയണോ? പരിപ്പ് കറി തന്നെ വെച്ചാൽ മതിയായിരുന്നു ചോദിക്കാണ്ട്. വല്ലാത്തൊരു കഷ്ടായത്. എന്താണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് കൂടെയൊക്കെ വരുന്നത്? എന്തൊരു വെയില! ഈ വെയിലത്ത് ഭക്ഷണം കഴിച്ചത് നന്നായി. പൊന്നെ, കഴിച്ചിട്ടില്ലെങ്കിൽ തളർന്നിട്ടുണ്ടാവും മനുഷ്യൻ. ഇരുളടഞ്ഞ് കിടക്കണ എന്താ ഇവിടെ ഇല്ലേ? എന്തത്? കാണാനില്ലല്ലോ സാധനത്തിന്. എല്ലാം ഇവിടെ ഇരിക്കട്ടെ, ഇതെല്ലാം കൂടി കാണിച്ചു കൊടുത്ത് ശരിയല്ല. അവിടെ ഇരിക്കട്ടെ. എവിടെ ഇവിടെ കാണാനില്ലല്ലോ. മഹാറാണി അതിൻ്റെ ഉള്ളിൽ ഇരിപ്പാണ്. എന്താ ഈ അടുക്കള കിടക്കണ കോലം?
പോകുമ്പോ എങ്ങനെ പറഞ്ഞിട്ട് പോയി അതേ രൂപത്തിൽ കിടക്കുന്നുണ്ട് നോക്കൂ. എല്ലാം ഇട്ടത് ഇതാ ചായ കുടിച്ച പാത്രം അവിടെ കിടക്കണം. എന്റെ റബ്ബേ, പെൺകുട്ടിയോട് പറയാൻ എനിക്ക് വയ്യ. അടുക്കളയിലൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഉമ്മ വന്നോ? എന്റെ ഉമ്മ അവിടെ ഇരുന്ന് പറയുന്നു. ഉമ്മ എത്ര പറഞ്ഞിട്ടും ഈ ഡ്രസ്സിന് ഷോൾ ഇല്ലല്ലോ, എടുത്തില്ല? ഇല്ലാത്തത് ചോദിക്കാൻ മാത്രം നന്നായിട്ട് അറിയണില്ലേ? എന്താ ഇവിടെ കിടക്കണ കോലം? എന്നോട് ഞാൻ പോകുമ്പോ എന്താ പറഞ്ഞിട്ട് പോയി? അതേ രൂപത്തിൽ കണ്ട് അങ്ങനെ പോയിട്ട് കിടന്നിട്ടുണ്ടാവൂലേ? മൊബൈൽ നോക്കിയുള്ള പണികളൊക്കെ കൂട്ടാൻ വെച്ചിട്ടുണ്ടായി. അതെനിക്ക് മീൻ വരാക്കാൻ കിട്ടാണ്ടായപ്പോ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ മീൻ എടുത്ത് വെച്ചപ്പോ ഞാൻ പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. പരിപ്പ് കറി? ആ പരിപ്പ് കറിയല്ലേ ഒന്ന് പഠിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ഇല്ലാത്ത സാധനങ്ങൾ അതില്ലുമ്മ ഇതില്ലുമ്മ അതൊക്കെ ചോദിക്കാൻ നന്നായിട്ട് അറിയും. കുടുംബത്തെ പണികള് രൂപത്തിനൊന്നും അറിയില്ല. മറന്നതാണ് ഷോൾ എടുക്കാൻ. ഇതില് ടോപ്പും പാന്റും മാത്രമേ ഉള്ളൂ. ടോപ്പും പാന്റൊക്കെ എവിടെ ഇല്ല അത്യാവശ്യം, അതൊന്നും എടുത്തിട്ട് ഇട്. ടോപ്പും പാന്റും ഇല്ലെങ്കിൽ ഉള്ള പോലെ ഇട്ടാ മതി. ഇവിടെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്, അതൊന്നിടത്തൊക്കെ ഇട്. ടോപ്പും പാന്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ വന്ന് ചോദിക്കാൻ നല്ല മിടുക്കുണ്ട്. ഉള്ള സാധനം ഇട്ടാ മതി. ഇട്ടിട്ട് ഇപ്പൊ എവിടേക്കും കല്യാണത്തൊന്നും പോകണല്ലോ. ഇതിലൊന്നും കാണാനില്ലല്ലോ. ആ കവറിൽ എങ്ങനെ വെച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു നോക്കട്ടെ. അതൊന്നുമില്ലമ്മ, ഞാൻ അമ്മൻ്റെ അടുത്ത് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കവറിൽ എങ്ങാനും ഉണ്ടാ? ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് വരും, ഇല്ലെങ്കിൽ ഓർമ്മയിൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതാണ് മേടിച്ചില്ല. ഞാൻ പോകുമ്പോ തന്നെ പറഞ്ഞു മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ, അതൊക്കെ മതി. ഓരോന്നും ഇല്ലെങ്കിൽ അതൊക്കെ ഓർമ്മ വെച്ച് വന്ന് ചോദിക്കും. പിന്നുള്ള കാര്യത്തിൽ ഒന്നും ഓർമ്മയില്ല ഇല്ല എന്ന് ഞാൻ പറയണില്ല. കാട്ടിന സ്വഭാവത്തിന് ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ തോന്നില്ല. പിന്നെയും മനുഷ്യന് എന്താ പറയാ. എന്താ മോള് പറയണ? മോള് ഇവിടെ ഇരിക്കില്ല, ഞാൻ എന്റെ സാരി കാണിച്ചു തരാം. പെരുന്നാളിന്റെ മുണ്ടു ഷർട്ട് ഞാൻ അലമാരിയിൽ വെച്ചിട്ടുണ്ട്. അടിപൊളി മുണ്ടു ഷർട്ട് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്, നല്ല കളറിൽ മേച്ച്. നിങ്ങൾ കണ്ടില്ലല്ലോ, കാണിച്ചു തരാം. ഇത് എന്റെ സാരി നോക്കിയേ, 1500 റുപ്യാണ്. പക്ഷെ കളറ് നല്ല ഇഷ്ടമായി. എന്റെ ഞാൻ കറുത്തിട്ടല്ല, എന്റെ കളറിന് നല്ല ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോരും കടയിൽ വന്നവരും കൂടി പറഞ്ഞു നല്ല ഇതുണ്ടാവും, ഇത് എടുത്തോന്ന് പറഞ്ഞു. ഇത് എന്ത് കളറടി എടുത്തത്? നിങ്ങൾ എന്താ അങ്ങനെ പറയണത്? 1500 രൂപയുടെ സാരിയാണ്, അടിപൊളി സാരി. അത് വേറെ കളറൊന്നും കിട്ടിയില്ലേ? വേറെ കളർ എന്റെ കളറിന് മേച്ചായിട്ട് ഞാൻ എടുത്താന്ന്. മോൾക്കൊന്നും എടുത്തില്ല? ആ മോൾക്കൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു ടോപ്പും പാന്റും എടുത്തിട്ടുണ്ട്. നീ 1500 രൂപ മേടിച്ചില്ലേ? മോൾക്കപ്പൊ ഒന്നും എടുത്തില്ലേ? ടോപ്പും പാന്റും മാത്രം എടുത്തത്? എന്താ അത് പോരെ? അതിന് തന്നെ അത്യാവശ്യം കാശായിട്ടുണ്ട്. പിന്നെ അതില്ല ഇതില്ല എന്നൊക്കെ ഓരോന്ന് വന്ന് പറയുന്നുണ്ട്. വേണം പറഞ്ഞിട്ട് തന്നെ ഞാൻ എടുക്കാത്തത്. അതൊക്കെ മതി, അത് കാണിക്കണതിനെ ഒന്നും എടുത്തു കൊടുക്കാൻ തോന്നണില്ല. എന്തുട്ട സ്വഭാവം. ഞാൻ പോകുമ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയരുത്. എന്തുട്ടാ മോളല്ലേ കൂടുതൽ വലുത് നല്ല വിലയുള്ള നോക്കി എടുക്കണ്ടേ? ഏറ്റവും വില കുറവിന്റെ തന്നെ എടുത്തുക്കണ്. ഏറ്റവും വില കൂടുതൽ എനിക്കേ എടുത്തുക്കണ്. നിങ്ങളൊന്നും ഉണ്ടായിരുന്നേ ഏറ്റവും വില കൂടുതൽ എന്തപ്പത്? അത് സ്വഭാവത്തിനെ നല്ല പോലെ എടുത്തു കൊടുക്കണം. ഒരു കാര്യം പറഞ്ഞാൽ കൂട്ടാക്കണില്ലാന്ന്. പോകുമ്പോ അതിനെ അതൊക്കെ ശരിയാക്കി വൃത്തിയാക്കി കൂട്ടാൻ വെക്കി വന്നിട്ട് പോയതാ. അങ്ങനെ കിടക്കണ്. മീൻ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. ഒന്നിനും മുറിച്ചുകൊണ്ട് എനിക്ക് നേരെയാക്കാൻ കിട്ടണില്ല. ഉമ്മ വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. എന്നിട്ട് പോയിട്ട് ആ റൂമിൽ പോയിട്ട് മൊബൈൽ നോക്കിയിട്ട് കിടക്കുക. ഞാൻ വന്ന പിന്നെയാണ് എണിച്ച് വന്നത്. അങ്ങനെയുള്ള ആൾക്കാണ് എടുത്തു കൊടുക്കാൻ പറയണ നിങ്ങൾ ഡ്രസ്സ്. ഞാനും ഈ വീട്ടിലുള്ള തന്നെയാ. അത് എന്തോരം പണി കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. അത് നീയൊന്നും കാണുമ്പോ പണിയെടുക്കാത്ത പോലെ ഇരിക്കുന്ന പോലെ ഇവിടെ മറച്ചിട്ട് അങ്ങോട്ട് മറിച്ചിടുകയല്ലേ. ഞാൻ കാണുന്നതല്ലേ. എന്തെങ്കിലും വർത്താനം പറയുമ്പോ അപ്പോഴേക്ക് എടുത്ത് വന്നിട്ട് അങ്ങോട്ട് വേറെ എന്തെങ്കിലും നിസാര കാര്യത്തിന് അതിന് വേണ്ടിട്ട് തല്ലുകൂടാൻ വേണ്ടിട്ട് ഒന്ന് ചെന്നിട്ട് അടുക്കളയിൽ പോയി ഡ്രസ്സിലാണത് കാര്യങ്ങൾ. ആ ഡ്രസ്സിൽ അങ്ങനെയൊക്കെ തന്നെ നടത്തിക്കുള്ളൂ. നമ്മുടെ മോളൊക്കെ ഇങ്ങനെ ചെയ്യോ? എന്റെ മോളൊക്കെ സുഖമായിട്ടാണ് ജീവിക്കുന്നുണ്ട്. അവളൊന്നും ഒരു കാര്യം കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കണ്ട. എല്ലാ പണിയും നന്നായിട്ട് അറിയാം. അത് മോളായാലും മരുന്ന് കഴിക്കുന്ന പോലെ അത് ചെയ്യ് ഇത് ചെയ്യ് അത് ചെയ്ത് ഇതൊക്കെ എല്ലാ നേരത്തിന് നേരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ തൊട്ടവര് പിടിച്ചതൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കുമ്പോ എല്ലാവർക്കും ഒരേപോലെ എടുക്കണ്ടേ? എല്ലാ പോലെ എടുക്കണം. അത്യാവശ്യം ഡ്രസ്സ് അൽമാരിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്തൊന്ന് ഇട്ടോട്ടെ. അതാ പറഞ്ഞിട്ടുണ്ടല്ലോ. കാണിക്കാൻ പാടില്ല. മോള് മരുവളാണ്. മരുവള് പോയിട്ട് അത് നല്ല വിലയുള്ള എടുത്ത് നീക്കി വില കുറവിന്റെ അടുത്ത് നീക്കി അതിനുണ്ടാവും. മരുവള് എടുക്കും അങ്ങനെ അങ്ങനെ തുണിക്കടക്ക് വിട്ടിട്ട് വേണ്ടേ വരട്ടേന്ന്. നല്ലൊരു പെരുന്നാളായിരുന്നു. പെരുന്നാളിന് സന്തോഷം. അതെ എന്റെ നമ്മൾ നല്ല ഡ്രസ്സ് എല്ലാവർക്കും മേടിച്ചു കൊടുക്കും. അതാണ് വേണ്ടത്.
ഒരു അമ്മായിമ്മയുടെ കടമ അങ്ങനെ. അതെ ഒരു ടോപ്പും പാന്റും എടുത്ത് കൊടുത്തിട്ടുണ്ട്, മതി. ഇനിയിപ്പോ അത് അടുത്തൊരു കല്യാണം വരുന്നല്ലോ, അപ്പൊ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാ. നിങ്ങൾ കിടന്ന് ഓളി ഇടണം. ഇനിയിപ്പോ അത് കേട്ടു അതിന് വില കുറവിന്റെ എടുത്തു കൊടുക്കുക, നല്ലത് വിലയുള്ളത് എടുത്തു കൊടുക്കുക. അതന്നെ കല്യാണത്തിനൊന്നും പോണില്ലല്ലേ വിലയുള്ളത് ഇട്ടിട്ട്. പെരുന്നാളല്ലേ അവര് കടപ്പുറം കാണാനും അങ്ങനെയൊക്കെ പോകും. അതിനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. അതിന് കടപ്പുറം കാണാനും ഒരു സിനിമക്ക് പോകാനും അത്യാവശ്യം അത് ഇട്ടിട്ട് പോകാനുള്ളതൊക്കെ ഉണ്ട്. അത്ര മോശമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്താ അതിട്ട് കല്യാണത്തിനൊന്നും പോകണ്ടല്ലോ. പറഞ്ഞാലും അതിനൊരു കാരണം വെച്ചിട്ടുണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടാവുമല്ലോ. നിന്നോടൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും നന്നാവില്ല. ഈ വെട്ടാൻ പറ്റുന്ന പോത്തിനോട് വല്ല വേറെ ഓതിട്ട് കാര്യണ്ടാ? ഇനി മോളാവും നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മോളൊന്നും അതിന് നോക്കാൻ പറ്റില്ല, അതിന് സമയം ഉണ്ടാവില്ല. അമ്മായിമ്മന്റെ വീട്ടിൽ അവിടെ ആവും. മനസ്സിലായ? അതൊക്കെ ആദ്യം മനസ്സിലാക്കി. നീ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ചെയ്തതിൽ ഇപ്പൊ ഞാൻ അനുഭവിക്കാൻ പോകല്ലേ. എന്തും പറയാനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്ത് പറഞ്ഞാലും മരുവാളുടെ ഒപ്പം നിൽക്കും.